നമസ്കാരം. ദുബായിലെ മലയാളി കൂട്ടായ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം. അടുത്തിടെ ദുബായിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീഡിയെ സ്വീകരിച്ച മലയാളി കൂട്ടായ്മയ്ക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനം ഉയരുന്നത്. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഷാഹിദ് അഫ്രീദി നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മലയാളി കൂട്ടായ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയ തിരിഞ്ഞിരിക്കുന്നത്. അഫ്രീദിയെ ഉച്ചത്തിലുള്ള ആർപ്പുവിളികളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ദുബായിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അഫ്രീദി കേരളവും കേരളത്തിലെ ഭക്ഷണവും തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തിരുന്നു. അഫ്രീദി എത്തിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ സാംസ്കാരിക പരിപാടി നിർത്തിവെക്കുകയും അഫ്രീദിയെ ബൂം ബൂം എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അഫ്രീദിയെ ബൂം ബൂം എന്നാണ് ആരാധകർ വിളിക്കുന്നത്. ഹോഗയ ബൂം ബൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്രീദിയും പ്രതികരിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അഫ്രീദി സ്വീകരിച്ചത്. ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും എല്ലായ്പ്പോഴും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാനിലേക്കായിരിക്കും. കാശ്മീരിൽ നിങ്ങൾക്ക് 8 ലക്ഷം പേരടങ്ങുന്ന സൈന്യമുണ്ട്. എന്നിട്ടും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിവില്ല എന്നാണ് അർത്ഥമാക്കുന്നതെന്നാണ് അഫ്രീദി പറഞ്ഞത്. ഈ വാക്കുകൾക്ക് കടുത്ത ഭാഷയിലാണ് ഇന്ത്യ മറുപടിയും നൽകിയത്. സംഭവത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ മാധ്യമങ്ങളുടെ കവറേജിനെ പരിഹസിച്ച അഫ്രീദി അതിനെ ബോളിവുഡ് പ്രൊഡക്ഷനോട് ഉപമിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ആരോപിച്ചതിന് ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്തൊരു നാണക്കേട് എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളിലൂടെയാണ് അഫ്രീദിയെ സ്വാഗതം ചെയ്ത മലയാളി സംഘടനയെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാകിസ്ഥാനിയെ ബൂം ബൂം എന്ന് വിളിച്ചത് അടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ദേശസ്നേഹം സിക്സറിന് പോയി, എന്തൊരു നാണക്കേട്. കേരള സമൂഹത്തിൽ നിന്ന് ഇതിലും മികച്ചത് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തോട് നിങ്ങൾക്ക് എത്രത്തോളം അവിശ്വസ്തത പുലർത്താൻ കഴിയും? ഏറ്റവും സാക്ഷരരായ ആളുകളിൽ നിന്ന് പഠിക്കുക, അപമാനകരമാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. അതേസമയം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി മലയാളി സംഘടന രംഗത്തെത്തിയിരുന്നു. അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു കയറുകയായിരുന്നു എന്നാണ് സംഘാടകരുടെ വിശദീകരണം. അവരുടെ പെട്ടെന്നുണ്ടായ ഈ പ്രവൃത്തിയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും സംഘാടക സമിതി പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഈ പ്രവൃത്തി കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും അവർ പറഞ്ഞു.